ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് 2 വിധത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 മണിക്കൂർ മുമ്പേ കുതിർത്ത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ കുതിരാൻ വയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം കുതിരാൻ വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 3 പച്ചമുളകും കൂടി ചേർത്ത് അരച്ചെടുക്കണം. ചെറിയ മുളക് കൊണ്ട് 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കിയെടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം അരിപ്പൊടി കൂടി ചേർക്കാം. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല. ഇനി അരിപ്പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടിയും കൂടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ തന്നെ പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ട ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതും കൂടി ചേർക്കാം. ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ വലുതായതുകൊണ്ട് 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തതാണ്, എന്നാൽ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റ് ചേർക്കാം, തേങ്ങയൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈരും കൂടി ചേർക്കുന്നത്. ചേർത്താൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത കാരണം സോഫ്റ്റ് ആയിരിക്കും. കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തത്. കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആദ്യമായിട്ട് ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ മാവ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതിനി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഒരുപാടങ്ങ് കനം കുറയ്ക്കാതെ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതല്ലാതെ നമ്മൾ വേറൊരു റെസിപ്പിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു മാവ് വെച്ച് തന്നെ നമുക്ക് അപ്പക്കാരയിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇത് ഇഷ്ടമായിരിക്കും. അപ്പോൾ അപ്പക്കാരയിൽ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചതിന് ശേഷം കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കണം, എന്നാലേ നന്നായിട്ട് പൊന്തി കിട്ടുള്ളൂ. ദോശയ്ക്കാണെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. അപ്പോൾ ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ആണെങ്കിൽ നമുക്ക് സ്നാക്കായിട്ടൊക്കെ കഴിക്കാം. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാം. അതല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. രണ്ടും ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 വിധത്തിലുള്ള പലഹാരം ഈ ഒരു മാവ് വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ടും ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിന് പ്രത്യേകിച്ച് ഒരു കറികളോ ചട്നിയുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്